ഹലോ വ്യൂവേഴ്സ്, ബ്ലെൻഡർ ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം സവാരി ഗിരിഗിരി നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ രാവണ പ്രഭു ഇതാ റിലീസിന് വരുന്നു. ഒഫീഷ്യൽ ട്രെയിലർ എത്തിക്കഴിഞ്ഞു. 10-ാം തീയതിയാണ് റിലീസ് വരുന്നത്. ഛോട്ടാ മുംബൈ പോലെ തന്നെ തിയേറ്റർ മക്കളെ പൊട്ടി പൂരമാകാൻ പോവുകയാണ്. അറിയാമല്ലോ, ഛോട്ടാ മുംബൈ ഒക്കെ വന്നപ്പോൾ വേറെ ലെവലായിരുന്നു തിയേറ്ററിലെ ക്രൗഡ് എന്നൊക്കെ പറയുന്നത്. യൂത്തൊക്കെ എടുത്തിട്ട് ആഘോഷിക്കുമായിരുന്നു കേട്ടോ. ഛോട്ടാ മുംബൈ ഒക്കെ തലേനെ എടുത്തിട്ട് തോളയേറ്റി ആഘോഷിക്കുമായിരുന്നു. എക്സ്ട്രാ ഷോയും പിന്നെ ഡബിൾ ഷോയും എല്ലാം മിഡ് നൈറ്റ് ഷോ അടക്കം വെച്ച് ആഘോഷമായിരുന്നു കേട്ടോ കേരളത്തിലുടനീളം. അപ്പോൾ ഇതാ അടുത്ത ലാലേട്ടൻ്റെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ എന്ന് പറയുന്ന ഒരു മൂവിയാണ് കേട്ടോ ഈ പറയുന്ന രാവണപ്രഭു. ഛോട്ടാ മുംബൈ പോലെ തന്നെ ഒരു ഐറ്റമാണ്. അടിക്ക് അടി, ഇടിക്ക് ഇടി, പിന്നെ ഈ പറയുന്ന കോമഡിക്ക് കോമഡി, പാട്ടിന് പാട്ട്, എല്ലാം കൂടെ ഫുൾ പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോ. 10-ാം തീയതിക്ക് ഈ പറയുന്ന പോലെ രാവണപ്രഭു കാണാനായിട്ട് 4K റീമാസ്റ്റർ ചെയ്ത് റിലീസാണ് വരുന്നത്. ലാലേട്ടൻ്റെ പിന്നെ ഒരു എന്താ പറയണ്ടേ 100% ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻറ്റ് പടങ്ങളിൽ ഒരു പ്രധാന പടമാണ് കേട്ടോ ഈ രാവണപ്രഭു എന്ന് പറയുന്നത്. രഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ രഞ്ജിത്ത് തന്നെയാണ് ഇതിൻ്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ലാലേട്ടനും അതുപോലെ തന്നെ നമ്മുടെ വസുന്ധര ദാസ് ആയിരുന്നു നായിക. അതുപോലെ തന്നെ സിദ്ദിഖും നെപ്പോളിയനും ഒക്കെ പിന്നെ ഇന്നസെൻറ്റും ഒക്കെ അഴിഞ്ഞാടിയ മൂവിയായിരുന്നു കേട്ടോ. നമ്മുടെ പണ്ടത്തെ ദേവാസുരത്തിൻ്റെ ഒരു ചക്കമ്പാട്ട് പോലെ ഇറക്കിയ മൂവിയായിരുന്നു. അതിലെ ക്യാരക്ടറെല്ലാമാണ് പിന്നെ ഈ പറയുന്ന പോലെ ചക്കമ്പാട്ടിൽ വരുമ്പോൾ. സിനിമാട്ടോഗ്രാഫി പി സുകുമാർ ആയിരുന്നു കേട്ടോ. അതുപോലെ എഡിറ്റ് ചെയ്ത് രഞ്ജൻ എബ്രഹാം ആയിരുന്നു. ഇത് ആശീർവാദ് മോഹൻലാലിൻ്റെ പിന്നെ പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് 31 ഓഗസ്റ്റ് 2001 കേട്ടോ ഈ പടം റിലീസായത്. അന്ന് ബോക്സ് ഓഫീസിൽ 19 കോടി രൂപയാണ് കിട്ടിയത് കേട്ടോ. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവിയുടെ മേക്ക് ചെയ്യാനായിട്ട് തന്നെ ഒരു മോഹൻലാലിൻ്റെ മമ്മൂക്കയുടെ ഒക്കെ പടം മേക്ക് ചെയ്യാൻ തന്നെ ഒരു 19 കോടി വരും. പക്ഷെ അന്നത്തെ 2000 ഈ പറയുന്ന പോലെ 19 കോടി എന്ന് പറഞ്ഞാൽ വലിയ ഹ്യൂജ് എമൗണ്ട് ആണ് കേട്ടോ. ഇപ്പോൾ ഒരു 50 കോടി 60 കോടി ആ റേഞ്ചൊക്കെ അതിലും മേലെ വന്നാലേ ഉള്ളൂ. അങ്ങനെ വരുന്നൊരു സംഭവമാണ് കേട്ടോ. അന്ന് കളക്ട് ചെയ്ത് അത്രയും വലിയൊരു പിന്നെ ഹ്യൂജ് ഇൻകം ആ പടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒഫീഷ്യൽ ട്രെയിലർ കാണാം. തനിക്ക് നല്ല ഇടി കൊണ്ട് ശീലമുണ്ട്. ഓ ഞാൻ പഠിച്ചിട്ടില്ല. മോനെ വേറെ നടന്നില്ല. ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല. അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തോണ്ട് കപ്പൊന്നും കിട്ടില്ല. താൻ നല്ല സ്റ്റൈലായിട്ട് സംസാരിക്കുന്നു. ചുമ്മാതല്ല, ആ കൊച്ചു തന്നെ. ഇതിഹാസങ്ങളുടെ പുതിയ ഇന്റർപ്രിട്ടേഷൻസ് കുറെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരും രാവണ സീതാ പരിണയം ചിന്തിച്ചിട്ടില്ല. ഒരു നിമിഷത്തിന്റെ സവാരി ക്വാളിറ്റി നോക്ക്, ക്വാളിറ്റി കേട്ടോ. ഇതൊക്കെയാണ് 4K റീമാസ്റ്റർ എന്ന് പറയുന്നത്. അതൊരു അന്യായം. ഇത് നടേശനും പിള്ളേരെ നോക്കിക്കോളാം. കൊല്ലണ്ട. കാർത്തികനെ കൊല്ലാൻ ആളെ ഇറക്കിയിരിക്കുന്നു. മുണ്ടയ്ക്കല ശേഖരനും അനന്തരവും രാജേന്ദ്രനും. കാർത്തികേയൻ എന്ന എന്റെ മകന് വയസ്സ് 3 പ്രായം. മംഗലശ്ശേരി, അത് ഞാൻ പൊളിക്കും. മകനായിരുന്നു അച്ഛന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയി. ആ ഒറ്റ കയ്യനെ ചുമരിന്റെ മേലെ ചവിട്ടി തേച്ചേനെ അവൻ. ഇടിച്ചവന്റെ ഹൈക്കമാൻഡ് ചളിക്കല്ലേ. അതല്ലേ അതിന്റെ ഒരു ന്യായം. നീ സയൻസ് പഠിച്ചപ്പോ രാമൻ എഫക്ട് പഠിച്ചിട്ടില്ലേ? ഇത് രാവണൻ എഫക്ട്. രാവണം ശേഖര കിട്ടുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക്കാച്ചി ട്രെയിലർ കേട്ടോ. ഈ 2001 ഈ ട്രെയിലർ പരിപാടി ഇല്ലെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ജസ്റ്റ് പോസ്റ്ററൊക്കെ അടിച്ച് വരുന്ന അല്ലാണ്ട് വേറെ പരിപാടികളൊന്നുമില്ല. പക്ഷെ ഇത് ഈ ടൈമിൽ ഇറങ്ങേണ്ട പടമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ടൈമിലെങ്ങാനും ഇറങ്ങിയിരുന്ന ഈ പാട്ടം അങ്ങ് വേറെ ലെവലിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടേനെ. കാരണം ഇതിന് എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു പുതുമ നഷ്ടപ്പെടുകയല്ല. ഏത് ജനറേഷനും വെക്കാൻ പറ്റുന്ന ഒരു
പടമാണ് കേട്ടോ ഇത്. കാരണം പഴയ കാര്യങ്ങളോ അങ്ങനത്തെ ഒരുപാട് പഴയ കാര്യങ്ങളോ പഴയ ടെക്നോളജികളോ ഒന്നുമില്ല. ഇത് ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു നമുക്ക് ഏത് കാലഘട്ടത്തിൽ ഇട്ടാലും നമുക്ക് അത് ഡൈജസ്റ്റ് ആകുന്ന രീതിയിൽ ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ട്രെയിലർ വേറെ ലെവലിൽ കട്ട് ചെയ്തിട്ടുണ്ടോ, അടിപൊളിയായിട്ട്. ആ ട്രെയിലർ കണ്ട അപ്പം തിയേറ്ററിലേക്ക് ഓടും, അമ്മാതിരി സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും വലിയൊരു വിഷമമുണ്ട് കേട്ടോ ഈ കാലഘട്ടത്തിൽ ആ സിനിമ ഈ ടൈമിൽ ആ സിനിമ ഇറങ്ങിയില്ലോ എന്ന് ഓർത്ത്. കാരണം ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ വേറെ ലെവലിൽ അപ്പടെ എത്തിച്ചേനെ. കാരണം 200-300 കോടിയല്ല, അതിനും മേളിൽ പോകാൻ. കാരണം അത്രത്തോളം ഒരു എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു പടമാണ് കേട്ടോ. ലാലേട്ടൻ്റെ പടങ്ങളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട 3-4-5 പടങ്ങളെടുത്ത് അതിലൊരു പടം രാവണപ്രഭു. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പാട്ട് വന്നു കഴിഞ്ഞ് രണ്ടാം പാട്ടൊന്നും നമുക്ക് അത്ര വലിയ പ്രതീക്ഷ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷക്കൊത്ത് വരില്ല. പക്ഷേ രാവണപ്രഭു വന്നപ്പോൾ വേറെ ലെവലായിരുന്നു. ഔട്ട് ആൻഡ് ഔട്ട് മാസം എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, തിയേറ്ററിൽ കുറച്ച് ചെറുപ്പത്തിലായിരുന്നു 2001 എന്ന് പറയുമ്പോൾ. അപ്പോൾ എങ്കിലും തിയേറ്ററിൽ അന്ന് വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട് പോയിട്ട് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ഓർമ്മകളൊക്കെ ഉണ്ട്. എങ്കിലും ഈ പറഞ്ഞ പോലെ പിന്നെ ഈ TV-യിലൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, വേറെ CD ഒക്കെ എടുത്ത് ഞാൻ ഈ പടം കണ്ടിട്ടുണ്ട് കേട്ടോ. CD ഒക്കെ ഇറങ്ങുന്നത് ആ ടൈമിൽ CD ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ, 10-ാം തീയതിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണാനായിട്ടുള്ള പരിപാടിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ ജനറേഷനിൽ. അപ്പോൾ എല്ലാവരും പോയിട്ട് കാണണം. ഇത് വേറെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന മൂവിയാണ് കേട്ടോ. ലാലേട്ടൻ ആരാധകർ, ലാലേട്ടൻ അല്ലാത്തവരും എല്ലാം പോയി കാണുക, സിനിമ ഇഷ്ടപ്പെടുന്നവർ. കാരണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്, ഇടിവെട്ട് സംഭവമായിരിക്കും. റീമാസ്റ്റർ ചെയ്തിരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് പോലും നിങ്ങളെ ബോറടിപ്പിക്കാത്തൊരു മൂവി. ഇതൊക്കെ തിയേറ്ററിൽ കാണാനൊരു ഭാഗ്യം വേണം പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇത് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഈ ജനറേഷൻ മൊത്തം. ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടാവും, ഒരുപാട് ഈ 2K കിഡ്സ് ഒക്കെ ഉണ്ടാവും ഇത് കാണാതെ. അപ്പോൾ എന്തായാലും ഇത് പോയിട്ട് കാണണം കേട്ടോ. ഈ പറയുന്ന മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അമ്മാതിരി ഒരു സംഭവമാണ് ആ മൂവി എന്ന് പറയുന്നത്. രാവണപ്രഭു എന്ന് പറയുന്നത് ഔട്ട് ആൻഡ് ഔട്ട് മാസം മൂവി. അപ്പോൾ എന്തായാലും 10-ാം തീയതി നമുക്ക് തിയേറ്ററിൽ വെച്ച് കാണാം ഗൈസ്. എല്ലാവരും പോയിട്ട് കാണണം.